ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് 6:45 ഈ തീപിടുത്തമുണ്ടായതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ഈ തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്നതാണ് വിശാൽ മാർട്ട്. ഡൽഹിയിലെ കരോൾ ബാഗിലാണ് ഈ വിശാൽ മാർട്ട് പ്രവർത്തിക്കുന്നത്. 4 നില കെട്ടിടമാണിത്. വസ്ത്രവും അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളും ഉൾപ്പെടെ എല്ലാത്തരം സാധനങ്ങളും ലഭിക്കുന്ന ഒരു മാർട്ടാണിത്. നിരവധി ആളുകൾ വർഷങ്ങളായി ആശ്രയിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇന്നലെ വൈകുന്നേരം ഉണ്ടായത്. ഇതിന് 4 നിലയും പൂർണ്ണമായും കത്തിയെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതായത് ഇതിന്റെ 4ാമത്തെ നിലയിൽ നിന്നും ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോഴും ഉയരുന്നത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം. അത് പുക അണക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുന്നത്. കാരണം ഈ 4ാമത്തെ നിലയിൽ ഈ എണ്ണയും അതോടൊപ്പം തന്നെ നെയ്യും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പുക അവിടെ നിന്ന് ഉയരുന്നത്. ആ പുക അണക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ മാർട്ടിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അതെല്ലാം കത്തിയെന്നാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്നലെ ഈ തീപിടിച്ച സമയത്ത് ഇതിന്റെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. ആ വൈദ്യുതി വിച്ഛേദിച്ചിരുന്ന സമയത്ത് ഈ വിശാൽ മാർട്ടിന്റെ ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ ആ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. കാരണം ആ ലിഫ്റ്റ് പിന്നീട് പ്രവർത്തിച്ചില്ല. ഇതിനെ തുടർന്ന് അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങുകയും അദ്ദേഹത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടി മരിച്ചതെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിലവിലൊരു മരണമാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വിശാൽ മാർട്ടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ഇതിന്റെ കയറുന്ന 2 വശങ്ങളിലായിട്ട് നിരത്തി വെച്ചിരുന്നു. അതുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വളരെ വേഗം ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീയണക്കാൻ കുറച്ച് സമയം എടുത്തതെന്ന് കൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും 4ാമത്തെ നിലയിലെ തീയണക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴും അവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. എത്രയും വേഗം അത് അണക്കാൻ സാധിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.